രണ്ട് കണ്ണുമില്ലാതെ സ്കൂളിൽ ചേർന്നു. ആ സ്കൂളിൽ 10ാം ക്ലാസ് ആയപ്പോൾ +2 ചേരാൻ വേണ്ടിയിട്ട് സയൻസിന് പഠിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. കഥ ചുരുക്കി പറയാം, ഇതൊരു ചരിത്രമാണ്. ഈ ശ്രീകാന്ത് കൊല്ല ജന്മനാ അന്ധനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 2 കണ്ണും കാണാതെ മുന്നോട്ട് പോവാൻ +2 സയൻസിന് പഠിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ സ്കൂൾ അധികൃതർ പറഞ്ഞു സയൻസിന് പഠിക്കാൻ കഴിയില്ല, കാരണം ലാബ് ഉണ്ടായതുകൊണ്ട്, കാരണം കുറേ കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കാനുണ്ടായതുകൊണ്ട് കണ്ണില്ലാത്തവർക്ക് സയൻസ് പറ്റില്ല എന്ന് സ്കൂൾ പറഞ്ഞു. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ഈ ശ്രീകാന്ത് കൊല്ല എന്ന് പറയുന്ന ആ കുട്ടി കോടതിയെ സമീപിച്ച് കോടതിയുടെ കനിവോടെ അല്ലെങ്കിൽ അതിൻ്റെ നിയമവ്യവസ്ഥയിൽ അദ്ദേഹം +2 സയൻസിന് പഠിക്കാൻ +2 സയൻസിന് പഠിച്ചിട്ട് സാക്ഷാൽ IIT-യിൽ തന്നെ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് ക്യാമ്പസാണ് IIT-കൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതിൽ ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് മോഹിച്ചു ആഗ്രഹിച്ചു. പക്ഷേ IIT-യും റിജക്റ്റ് ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസ് പോലും ശ്രീകാന്ത് കൊല്ലയെ റിജക്റ്റ് ചെയ്തു. അങ്ങനെയാണ് ശ്രീകാന്ത് കൊല്ല ലോകത്തിൻ്റെ IIT എന്നറിയപ്പെടുന്ന MIT-യിലേക്ക്, മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, USA-യിലെ ലോകത്തിലെ ഏറ്റവും വലിയ IIT സീറ്റ് കൊടുക്കുന്നു. MIT-യിൽ നിന്ന് അദ്ദേഹം വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഒരു കമ്പനി അദ്ദേഹം എന്താക്കുന്നു, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. 2 കണ്ണും കാണാത്ത ഈ ആള്, അവർക്ക് ജോലി കൊടുക്കുന്നത് 50% ആളുകൾ. കണക്കിന് കോടി വേണമായിരുന്നു. ആ 1000 കോടികൾ എങ്ങനെ ശേഖരിക്കുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈ അന്ധൻ ആകെ തേടിയെത്തിയത്. നേരത്തെ ഇവിടെ ഫിലിപ്പ് അമ്പാട് സാർ പറഞ്ഞതുപോലെ, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഈ കഴിഞ്ഞ മാസത്തിൽ നമ്മളോട് വിട പറഞ്ഞു പോയ രത്തൻ ടാറ്റയെ സമീപിക്കുന്നത്. ആ രത്തൻ ടാറ്റ 1000 കോടികൾ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്ത്, ഇനിയൊക്കെ കാണാൻ പറ്റും, ബല്ലണ്ട് ഇൻഡസ്ട്രീസ് എന്നാണ് കമ്പനിയുടെ പേര്. ലോകത്തിലെ ഉന്നതമായ കമ്പനിയായി ഇന്നും നിലനിൽക്കുന്നു. IIT റിജക്ട് ചെയ്ത, സ്കൂൾ റിജക്ട് ചെയ്ത, കോടതിയുടെ കനിവോടുകൂടി സയൻസ് പഠിച്ച, എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസിൽ അന്ധനായി കടന്നു ചെന്നൊരു വ്യക്തിയുടെ പേര് കൂടിയാണ് ശ്രീകാന്ത് കൊല്ല. ഞാൻ ഈ കഥ പറയുന്നത്, ഇതേപോലെയുള്ള മനസ്സായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും. ഇവിടെ കൂടിയ ആളുകൾക്ക് തോന്നരുത് ഞങ്ങൾക്ക് എന്തോ കുറവുണ്ട് എന്ന്. നമ്മളെക്കുറിച്ച് പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾ എന്നാണ്. വ്യത്യസ്തമായ കഴിവുകൾ ഞങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടാകും നിങ്ങൾക്ക്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ദ ബ്രെയിൻ ഓഫ് 20th സെഞ്ച്വറി എന്നറിയപ്പെടുന്ന 21st സെഞ്ച്വറിയിലും അദ്ദേഹം കുറച്ചു കാലം ഉണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് തന്നെ, അദ്ദേഹം ഇതേപോലെ ഇതിനേക്കാൾ അവശനായി വീൽ ചെയറിലിരുന്ന ആളാണ്. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റായി മാറി. ഒരു പക്ഷേ Y2K ചർച്ച ചെയ്ത സമയത്ത് ഈ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ വെക്കണോ അതോ ഈ പറയുന്ന വ്യക്തിയെ വെക്കണോ എന്നൊക്കെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഐൻസ്റ്റീൻ 1ാം സ്ഥാനം കിട്ടിയെങ്കിൽ പോലും ലോകത്തിൽ ആകാശ ലോകങ്ങളെക്കുറിച്ചിട്ട്, അതിൻ്റെതായ വ്യൂഹങ്ങളെക്കുറിച്ചിട്ട് അത്ഭുതകരമായി പഠനം നടത്തിയിട്ടുള്ള ഈ പ്രിയങ്കരനായ സയന്റിസ്റ്റ് ഉയർന്നു പോയത്. നമ്മൾ അറിയേണ്ടത്, ഈ പറയുന്ന വ്യക്തിക്ക് വീൽ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള തലയെ ഇങ്ങോട്ട് പോലും തിരിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അത്രമാത്രം ഉയർന്നു പോയ ആ വലിയ മനുഷ്യന്റെ പേരാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. ആ സ്റ്റീഫൻ ഹോക്കിങ്സ് എല്ലാ മെസ്സേജുകളും തൻ്റെ ചെയറിൽ ഇരുന്നിട്ടായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, സൈക്കോളജി ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, സൈക്കോളജി അറിയുന്നവർക്കറിയാം, ഇനി ലോകത്തിൽ അങ്ങനെ ഒരാൾ വരണമെങ്കിൽ, അത്രയും ബുദ്ധിശാലിയായ ഒരാൾ വരണമെങ്കിൽ ഇതേപോലെ ഡിഫക്റ്റുകൾ ഉണ്ടാകണം. എല്ലാ ഡിഫക്റ്റുകളും കൂടിയിട്ട്, അഥവാ കഴിവുകേടുകളും കൂടി ഒന്നിലേക്ക് കഴിവായി വരണം. അങ്ങനെ ബ്രെയിനെ ത്രസിപ്പിക്കണം. ആ ത്രസിപ്പിക്കലിലൂടെ ഈ ലോകത്തിൽ 800 കോടി ജനങ്ങളുടെ നമ്പർ 1 എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിങ്സ് ആയിരുന്നു. കൈകാലുകളുള്ളവർ, നന്നായിട്ട് നടക്കുന്നവർ, ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർ, അവരാരും സ്റ്റീഫൻ ഹോക്കിങ്സിനോളം ഉയർന്നു പോയിട്ടില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റുകളുടെ പേരെഴുതുമ്പോൾ 1ഉം 2ഉം പേരെഴുതി വെക്കാവുന്ന ലോകത്തിലെ ഐതിഹാസിക പുരുഷന്റെ പേര് കൂടിയാണ് ഈ പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ്. അദ്ദേഹം കണ്ടെത്തിയതുപോലെ വ്യത്യസ്തമായ കണ്ടെത്തലുകൾ, അത്ഭുതകരമായ കണ്ടെത്തലുകൾ ആൽബർട്ട് ഐൻസ്റ്റീനും അതേപോലെ തന്നെ പലരും കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാവുന്ന ഐസക് ന്യൂട്ടനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ വ്യത്യസ്തമായ രീതിയിൽ ഭാവിയിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അത്ഭുതകരമായി, എത്രത്തോളം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ അവസാനം എങ്ങനെ അവസാനിക്കുന്നു എന്ന്, ബിഗ് ബാങ് തിയറിയിൽ നിന്ന് തുടങ്ങി അതിന്റെ അവസാനം എങ്ങനെയെന്ന് പോലും പറഞ്ഞു വെച്ച ഈ മഹാമനുഷ്യന്റെ കഴിവിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന് ഈ ഒരു രീതിയിൽ അക്യുമുലേഷൻ ഉണ്ടായി എന്നാണ്. തന്റെ ഡിഫക്റ്റുകളെല്ലാം കൂടി തന്റെ ബ്രെയിനിലേക്ക് ക്യുമുലേറ്റ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റായി മാറുകയും ചെയ്തു എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ആർക്കും തോന്നിപ്പോകരുത് ഞങ്ങൾ താഴെയാണ് എന്ന്. ഒരിക്കലും അങ്ങനെ തോന്നരുത്. VIP എന്ന് പറയുന്ന കൺസിഡറേഷൻ ഇല്ല. സംസാരിക്കാൻ അധികം സമയമില്ലാത്തത് കൊണ്ട്, എനിക്കാണെങ്കിൽ 1:30 എറണാകുളത്ത് ഒരു പരിപാടി ഉണ്ടായത് കൊണ്ടുമാണ് ഞാൻ വിടവാങ്ങുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, VIPs എന്ന് പറയുന്നത് നിങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ VIP-കൾ നിങ്ങളാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയും. കാരണം ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കുറെ VIPs കടന്നു വന്നു.
ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. VIPs കടന്നു വന്നു എന്നിട്ട് പറഞ്ഞത്, കറുകറുത്ത ബിലാലിനെ പോലെയുള്ള ആളുകളോട് സംസാരിക്കാതെ ഞങ്ങളോട് സംസാരിക്കും, വികലാംഗനായിട്ടുള്ള ഉമ്മ മക്തൂമിനോട് സംസാരിക്കാതെ ഞങ്ങളോട് സംസാരിക്കും. അങ്ങനെ പ്രവാചകൻ ഒരു തീരുമാനമെടുത്തു, ഇവരോട് നന്മകൾ സംസാരിക്കാമെന്ന്. അങ്ങനെ VIPകളെ കൂട്ടി ഒരു വലിയ ചർച്ച വെച്ചു. ആ ചർച്ചയ്ക്ക് കാവൽ നിൽക്കാൻ തന്റെ പ്രിയപ്പെട്ട മരുമകനെയും വെച്ചു, മകളുടെ ഭർത്താവിനെ അവിടെ വെച്ചിട്ട് പറഞ്ഞു, ആളുകൾ ഇങ്ങോട്ട് കടക്കുന്നത് നോക്കണമെന്ന്. പ്രവാചകന്റെ മനസ്സിലൊരിക്കലും VIP എന്ന കൺസിഡറേഷൻ ഇല്ല, എങ്കിലും ഇവരൊന്ന് നന്നാവട്ടെ എന്ന രീതിയിലാണ് ഈ കാബാലികരായ മനുഷ്യരോട് സംസാരിക്കാനിരിക്കുന്നത്. ആ സമയത്താണ് അന്ധനായ ഒരു സന്തത സഹചാരി അങ്ങോട്ട് കടന്നു വരുന്നത്. നമുക്കറിയാലോ, അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മുമ്പിൽ എന്താണെന്ന് കാണില്ല. വടിയും കുത്തിപ്പിടിച്ച് അല്ലമനി യാ റസൂലല്ലാഹ് കമാ അല്ലംത റബ്ബി, എന്റെ തമ്പുരാൻ നിങ്ങളെ പഠിപ്പിച്ചത് എനിക്ക് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിമനോഹരമായി നടന്നു വരുന്നത്. ആ സമയത്ത് ശബ്ദമൊന്ന് ഉയർന്നപ്പോ അലി റളിയല്ലാഹു തആല മരുമകൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പോകണം, അവിടെ VIPകളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. VIPകളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പോയി. അന്ന് പ്രധാനികളോട് എന്ന വാക്കാണ്, VIP എന്നുള്ള വാക്ക് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകില്ല. പ്രധാനികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോകുന്ന നിമിത്തമാണെന്ന് വിശുദ്ധ ഖുർആനിൽ കാണുന്നത്. വിശ്വാസികളായ ആളുകൾക്കറിയാം, അബസവതവല്ല അൻജാഅഹുൽ അഅമ എന്ന് പറയുന്ന ആ സൂക്തം ഇറങ്ങിയത്. എന്ന് വെച്ചാൽ, അന്ധനായ എൻ്റെ പ്രിയങ്കരനായ എൻ്റെ അന്ധനായ വ്യക്തി നിങ്ങളെ തേടി വന്നപ്പോൾ നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞ പ്രവാചകരെ, അവരെ പിരിച്ചുവിട്ടേക്ക്. എന്റെ കണ്ണിലെ VIP അന്ധനായ ഈ മനുഷ്യനാണ്, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രധാനികളല്ല എന്ന് ദൈവം തമ്പുരാൻ പറയുന്നതായി വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ VIPകൾ ആത്മാർത്ഥതയോട് കൂടി പറഞ്ഞോട്ടെ, നിങ്ങളാണ്, ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളുമാണ്, അല്ലാതെ ലോകത്തിന്റെ VIPകളല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മനസ്സിന് കരുത്താർജിക്കുക. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് കൈകൾക്ക് ശേഷിയുള്ളവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ജോലികളുണ്ട്. ഒരു മാസത്തിൽ 30,000 40,000 ഒക്കെ ഇങ്ങനെ വാങ്ങിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ എനിക്കൊരുപാട് അറിയാം. അങ്ങനെ നിങ്ങളുടെ സംഘടനയും ഈ സംഘടനയും അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബാലേട്ടൻ, ഒരുപാട് വലിയ മനസ്ഥിതിയിൽ ജീവിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ആളുകൾ എല്ലാവരും കൂടി തുനിഞ്ഞിറങ്ങിയാൽ ഏറ്റവും ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് 8 പേരെയാണ് ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കണ്ടെത്തിയത് എന്ന് അറിഞ്ഞു. അതിൽ വലിയ വലിയ സന്തോഷമുണ്ട്. ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഈ അബ്ദുൽ ബാരി ടീം എല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ ആദ്യം വന്നിരുന്നു. ആ വന്നിരുന്ന സമയത്ത് ഞാൻ അവർക്ക് ഒരു ഓഫർ കൊടുത്തിരുന്നു. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള, എന്നെ കൊണ്ട് കഴിയാവുന്ന, വലിയ സമ്പന്നനൊന്നുമല്ല, എന്നാൽ എൻ്റെ മകളും ഇത് കേൾക്കുന്നുണ്ട് ഈ സദസ്സിലിരുന്നിട്ട്. ആ മകളുടെ കല്യാണം ഏകദേശം 1.5-2 വർഷത്തിൻ്റെ ഉള്ളിൽ നടക്കുമായിരിക്കും. അങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള 20 പേരെ ആ സദസ്സിൽ നിന്ന് വിവാഹം കഴിപ്പിച്ചിട്ട് എൻ്റെ മകളുടെ കല്യാണം ഉണ്ടാകൂ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഈ സംഘടനക്കും ഇതിന് സൗകര്യം നൽകിയ KR ബാലേട്ടനും അതേപോലെ ഇതിൻ്റെ ഈ സംഘടന എന്ന് പറഞ്ഞ നിങ്ങളുടെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സംഘടനക്കും ഇവിടെ ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മുഴുവൻ ചെറുപ്പക്കാരികൾക്കും വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ കിടന്ന് ഓടി നടക്കുകയാണ്. പാർക്കിങ്ങിന് സ്ഥലമില്ലാതെ അവർ അതിനു വേണ്ടി ഓടി നടക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ നമ്മൾ നമിക്കേണ്ടിയിരിക്കുന്നു, അവരെ വല്ലാണ്ട് പുകഴ്ത്തേണ്ടിയിരിക്കുന്നു. എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടങ്ങൾക്കും 1000 സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.